ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ധ്യാന ശുശ്രൂഷയ്ക്കായി 300-ലേറെ ഗാനങ്ങൾ ഒരുക്കിയ അനുഗ്രഹീത ഗായകൻ ഫ്രാൻസിസ് ഡിസൂസ വിട പറഞ്ഞു. വർഷത്തോളം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷകനായിരുന്ന അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി 2-ാം ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. 65 വയസ്സായിരുന്നു ബ്രദറിന്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആസ്പത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചു. 2 ദിവസത്തിനു ശേഷം വീണ്ടും ആരോഗ്യനില മോശമാവുകയും ആസ്പത്രിയിൽ എത്തിക്കുകയും തുടർന്ന് മരണപ്പെടുകയുമായിരുന്നു. നാളെ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ബ്രദറിന് മൃതസംസ്കാരം. കൊരട്ടി ലത്തീൻ പള്ളിയിലാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. രാവിലെ 9 മണി മുതൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. കൊച്ചിൻ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റ്, ഗായകൻ എന്നീ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രാൻസിസ് ബ്രദർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടിയ ശേഷമാണ് തൻ്റെ കഴിവുകൾ ദൈവനാമം പാടിപ്പുകഴ്ത്താൻ മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. തുടർന്ന് ഗാന ശുശ്രൂഷകനാവുകയായിരുന്നു. ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം ഗാനം ആലപിക്കുമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ ഗാന ശുശ്രൂഷയ്ക്കായി അദ്ദേഹം പോയിട്ടുണ്ട്. ബ്രദർ ഫ്രാൻസിസ് ഡിസൂസയ്ക്ക് 5 മക്കളാണുള്ളത്. എപ്പോഴും സന്തോഷത്തോടെ ഇടപെട്ടിരുന്ന, ഒരുപാട് തമാശകൾ പറയുന്ന, ഒരുപാട് സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹമെന്ന് സുഹൃത്തുക്കൾ കുറിക്കുന്നു. ഇനി ആ സുന്ദരമായ ശബ്ദങ്ങൾ മാലാഖമാർക്കൊപ്പം സ്വർഗത്തിൽ പാടിപ്പുകഴ്ത്തും. നമ്മിൽ നിന്നും വിട പറഞ്ഞ അനുഗ്രഹീത ഗായകന് ആദരാഞ്ജലികൾ.